കൊന്നിച്ചോ മിനസാൻ നാനോമിഷന്റെ സീസൺ 2ന്റെ എപ്പിസോഡ് 15ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മൾ ഏകദേശം സീസൺ 1ഉം സീസൺ 2 ആയിട്ട് ഏകദേശം 103 എപ്പിസോഡോളം ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഈ കഴിഞ്ഞ 100 എപ്പിസോഡിലും നിങ്ങൾ തന്ന സപ്പോർട്ട് വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും ഞാൻ ഒരു നന്ദി പറയുവാണ്. അടുത്തായിട്ട് നമ്മൾ ഇടാൻ പോകുന്ന ഫസ്റ്റ് ഹെവലി ഡീമന്റെ ആ ഒരു സീരീസിനും ഈ ഒരു സപ്പോർട്ട് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആൻഡ് ട്രസ്റ്റ് മീ ഗൈസ്, നാനോ മെഷീനെക്കാട്ടും എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ഞാൻ ഈ പറഞ്ഞ ഫസ്റ്റ് ഹെവലി ഡീമിനുള്ള മിസ്റ്റ് മൈറ്റ് മഹി എന്ന് പറഞ്ഞ സീരീസ് ആണ്. നമ്മുടെ ഇയോൺ ചോനെക്കാട്ടും റൂത്ത്ലെസ് ആണ് അതിൻ്റെ അകത്തെ MC. സോ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനു മുമ്പിട്ട എല്ലാ വീഡിയോസും കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണുമ്പോൾ പിന്നെ ലൈക്ക് ചെയ്തൊരു ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത ഇത്ര നാൾ കണ്ടിരുന്ന എല്ലാവരും ഒന്ന് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് നമ്മുടെ സഖ്യങ്ങളുടെ നല്ല വേദന കൊണ്ട് കിടന്ന് പുളയുകയായിരുന്നു. അവൻ ഉച്ചത്തിൽ കിടന്ന് അലറാൻ തുടങ്ങി. അവൻ്റെ 2 കൈയും അവൻ്റെ ഡാനിനും കംപ്ലീറ്റ്ലി നഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ സ്പിരിച്വൽ ക്യൂയെ അവനെ ഹാൻഡിൽ ചെയ്യുന്നതിനും അപ്പുറമായിരുന്നു. ഇല്ല, ഇങ്ങനെ ഇങ്ങനെ സംഭവിച്ചുകൂടാ. നീ വിഷമിക്കണ്ട. എനിക്ക് നല്ലൊരു മെഡിസിൻ തന്നെയല്ലേ കിട്ടിയത്. ആ നാറി ഇവിടേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് നല്ലൊരു ദിവസം. ഇല്ല, ഒന്ന് മിണ്ടാതിരി. നീ മരിച്ചൂടാ. നീ ഇങ്ങനെ മരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് ആ ക്യൂയെ അവിടെ കിടന്ന് കരയുകയായിരുന്നു. അവനെൻ്റെ കയ്യിൽ കിടന്ന് ഇല്ലാണ്ടാവുന്ന കണ്ടപ്പോൾ എനിക്ക് മനുഷ്യരോടുള്ള ദേഷ്യവും വെറുപ്പുമെല്ലാം കൂടിക്കൂടിയേ വന്നു. സുജാങ്ങളിൽ നിന്ന് വന്ന ആ ഒരു മിസ്റ്റീരിയസ് ഉള്ളവനെ കൊല്ലണമെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിക്കുകയും ചെയ്തു. എനിക്ക് നീ ഒരു സഹായം ചെയ്യുമോ? എന്താണ്? നീ തിരിച്ചു പോണം. നീ എനിക്ക് വേണ്ടി റിവെഞ്ച് എടുക്കാൻ നിൽക്കില്ലേ. നീ തിരിച്ചു പോണം. നീ എന്താണ് ഈ പറയുന്നത്? അങ്ങനെയൊന്നും പറയില്ലേ. എനിക്കറിയാമായിരുന്നു നീ അത് ആക്കി. ഇവനെ നീ തടയണം. ഇവൻ മണ്ടത്തരങ്ങളൊന്നും കാണിക്കാൻ നീ സമ്മതിച്ചേക്കല്ലേ. അവൻ്റെ അവസാന നിമിഷം അവൻ എനിക്ക് വേണ്ടിയാണ് സംസാരിച്ചത്. നീ എന്താണ് വിചാരിച്ചത്? എനിക്ക് അവനെ കൊല്ലാൻ പറ്റത്തില്ലെന്നോ? നീ നന്നായിട്ട് കള്ളം പറയുന്നുണ്ടല്ലോ. നിനക്ക് ഹാക്കിവിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ഇഷ്ടമുള്ള പോലെ സാക്യു നീ പറയില്ലേ. അതിനുശേഷം അവന്റെ കണ്ണിലെ ഫോക്കസ് കംപ്ലീറ്റ്ലി നഷ്ടപ്പെട്ടിരുന്നു. ആക്കിയോ അവന്റെ ശരീരം എടുത്ത് കെട്ടിപ്പിടിക്കേണ്ടായി. പക്ഷേ അവനവന്റെ ആത്മാവിനെ പിടിച്ചു വെക്കാൻ സാധിച്ചില്ല. എനിക്കിനി സംസാരിക്കണമെന്നുണ്ട്. പക്ഷേ എന്താന്ന് അറിഞ്ഞൂടാ. എനിക്ക് നിങ്ങളുടെ മുഖമൊന്നും. അവൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ടു. അന്നാണ് എൻ്റെ ലോകം കംപ്ലീറ്റ്ലി തകർന്നു പോയത്. എനിക്ക് പ്രതികാരം ചെയ്യണം. അവൻ ആരാണ്, അവൻ എന്താണെന്നൊന്നും എനിക്കറിയണ്ട. അവനെ ഞാൻ ഉറപ്പായിട്ടും. നീ അവൻ്റെ അവസാനത്തെ വാക്കുകളും ധിക്കരിക്കാനായിട്ട് പോകുവാണോ? ഇപ്പം നീ റിവെഞ്ച് അല്ല ചെയ്യേണ്ടത്, നിന്റെ അസഷനാണ്. നീ എൻ്റെ എതിരങ്ങനെ വന്ന ഞാൻ നിന്നെയും കൊല്ലും. അവൻ്റെ സ്പിരിച്വൽ ക്യൂയെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോ ചെയ്യപ്പെട്ടിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, അവൻ്റെ എനർജിയിലേക്ക് ഡിമോണിക് എനർജി കടന്നു കയറി. ഇനി അത് പ്യൂരിഫൈ ചെയ്ത് അവൻ ഒരിക്കലും ഹെവനിലേക്ക് അസഷൻ ചെയ്യാൻ സാധിക്കത്തുമില്ല. നിന്റെ ദേശത്തിനെ ഞാൻ അടക്കി വെച്ചോളാം. എന്നെ കൊണ്ട് സാധിച്ചില്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. എന്താടാ നീ പറഞ്ഞത്? എൻ്റെ ദേശത്തിനെ നിനക്കടക്കി വെക്കാൻ പറ്റുമെന്നോ? ആ കീ പലതവണ ഞാനോട്ട് ഫൈറ്റ് ചെയ്തു. ഓരോ 10 വർഷം കൂടെ നിർത്ത് അവൻ്റെ ദേഷ്യം പിടിച്ചു വെക്കാനും തുടങ്ങി. ഈ മനുഷ്യരെന്ന് പറയുന്നത് നിസ്സാരമായ കുറച്ച് ജീവികളാണ്. കാലം കഴിയുന്തോറും അവർ പലതും മറക്കാനായിട്ട് തുടങ്ങി. പക്ഷേ ഒരു മിത്തിക്കൽ ക്രീച്ചർ എന്ന രീതിയിൽ 100ഓളം വർഷം കഴിഞ്ഞിട്ടും എനിക്കൊരിക്കലും അത് മറക്കാൻ പറ്റില്ല. അവൻ എൻ്റെ നിന്ന് എല്ലാം കൊണ്ടുപോയി. ആ ഒരു മിസ്റ്റീരിയസ് ഉള്ള പേഴ്സൺ ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ അവൻ കാരണം തന്നെ സുജാങ്ങിലുള്ള എല്ലായിടും എനിക്ക് വെറുപ്പ് കൂടിക്കൂടി വന്നു. അതുകൊണ്ട് ഇവിടേക്ക് കാലെടുത്ത് വെച്ച എല്ലാവരെയും ഞാൻ കൊല്ലാനായിട്ട് തുടങ്ങി. എൻ്റെ കയ്യിലുണ്ടെന്ന രക്തക്കറയ്ക്ക് ഒരു കുറവുമില്ലായിരുന്നു. എൻ്റെ ദേഷ്യം കൂടിക്കൂടി വന്നു. അതിനോടൊപ്പം തന്നെ എൻ്റെ വെറുപ്പും. പക്ഷേ ഇന്ന് ഞാൻ കണ്ടു ആ ഒരു ട്രേസസ്, ആ ഒരു മോൺസ്റ്റർ യൂസ് ചെയ്ത അറ്റാക്കിൻ്റെ ട്രേസസ് ഇവൻ്റെ ഉള്ളിൽ. പിന്നെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. എൻ്റെ വാക്ക് ഞാൻ തെറ്റിക്കുവാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അവൻ ആ ട്രാൻസ്ഫോം ആയി മാറിയത്. ഇതേ സമയത്താട്ടെ അവിടെ ഒരു സോഡ് കാണും. അത് നമ്മുടെ സാക്യുവിൻ്റെ സോഡാണ്. പെട്ടെന്നാണ് ഒരാളത് വന്ന് എടുത്തത്. അടുത്ത സെക്കൻഡിൽ കാണുന്നത് ഒരു അറ്റാക്കായിരുന്നു നമ്മുടെ വിൻ വൈറ്റ് ടൈഗറിന്റെ നേരെ. ആ അറ്റാക്ക് ചെയ്തത് ആ യു ആയിരുന്നു. എന്തെങ്കിലും ഇപ്പൊ കടന്നുപോയോ? അല്ല ആക്കി, നീ നീ എന്താണ് എന്നെ അങ്ങനെ നോക്കുന്നത്? അല്ല സാക്യുവിൻ്റെ സോഡ് അതെന്താണ് നിന്റെ കൈ ചെയ്യുന്നത്? നീ ഒരിക്കലും ഒരു വെപ്പൺ യൂസ് ചെയ്യലെന്ന് വാക്ക് കൊടുത്തതല്ലേ? ഓഹോ, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നീ അത് യൂസ് ചെയ്തത് ഞാൻ കാരണമാണല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അവൻ നേരെ നിലത്തേക്ക് വീണു. പിന്നെ കാണുന്നത് തലയേറ്റ രീതിയിൽ നമ്മുടെ വിൻ വൈറ്റ് ടൈഗർ ആ ഒരു വെള്ളത്തിലെ ആഴങ്ങളിലേക്ക് മുങ്ങി മറയുന്നതാണ്. ആഴങ്ങളിലേക്ക് പോകാൻ നേരം അവൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു ഓർമ്മകൾ തിരിച്ചു വന്നുകൊണ്ടേയിരുന്നു. അവൻ്റെ അവസാന നിമിഷം
അവന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഓർമ്മകളായിരുന്നു അവന്റെ കൂടെ ഉണ്ടായിരുന്നത്. പതുക്കെ അവിടെ ഉണ്ടായിരുന്ന ചുഴലിക്കാറ്റിന്റെ ഗാഠത കുറഞ്ഞു കുറഞ്ഞു വന്നു. ആകാശം ക്ലിയറായി. എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിഞ്ഞൂടാ. പക്ഷെ നീ വിഷമിക്കല്ലേ. നീ ആഫ്റ്റർ ലൈഫിൽ നമ്മുടെ സുഹൃത്തുമായിട്ടിരി. ഞാൻ ഉടനെ തന്നെ അവിടേക്ക് വരാം. എന്നിട്ട് പഴയ പോലെ നമുക്കൊന്ന്. ഈ സമയത്ത് ആ ക്യൂ നേരെ മുകളിലേക്ക് നോക്കി. അവൻ നോക്കാൻ നേരത്ത് നമ്മുടെ ഡീമൻ ലോർഡും ബ്ലേഡ് മാസ്റ്റർ തമ്മിലുള്ള ആ ഒരു ഫൈറ്റാണ് കാണുന്നത്. നമ്മുടെ ഡീമൻ ലോർഡ്സിന്റെ അറ്റാക്ക് എല്ലാം തന്നെ ബ്ലേഡ് മാസ്റ്ററിനെ നശിപ്പിക്കുകയായിരുന്നു. അവന് മനസ്സിലായി ഈ ഫൈറ്റ് അധികം നേരം ഒന്നും നിൽക്കത്തില്ലെന്ന്. പെട്ടെന്നാണ് ബ്ലേഡ് മാസ്റ്റർ നേരെ നിലത്തേക്ക് വന്ന് പതിച്ചത്. അല്ല, എന്താണ് സംഭവിച്ചത്? ഞാൻ പെട്ടെന്ന് ഡിഫീറ്റ് ചെയ്യപ്പെട്ടോ? അല്ല, ഇതൊന്നും റെക്കോർഡ്സിലില്ലായിരുന്നല്ലോ. ഡീമൻ ലോർഡ് എങ്ങനെയാണ് ഇത്ര സ്ട്രോങ്ങർ ആയത്? അതിലുപരി അവൻ ഹെവലി ഡീമൺ സോണിനെക്കാട്ടും ശക്തിയേറെ എന്തോ തന്നെ. ഈവൻ ദ ഗ്രേറ്റ് പെങ്ങിന്റെ എസൻസ് ഉണ്ടായിട്ട് പോലും എനിക്ക് ഡീമൻ ലോർഡ് എന്തായാലും ഈ സമയത്ത് ഈ കോറിന്റെ പുറകെ വരേണ്ടതല്ലല്ലോ. അങ്ങനെയാണല്ലോ പറഞ്ഞത്. എവിടെ എവിടെയാണ് തെറ്റിയത്? ഞാൻ ഇമ്മോർട്ടലായി ഈ മുറിമിനെ ഡോമിനേറ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ ഡീമൻ ലോർഡ് കാരണം അതിന് തോറ്റിരിക്കുന്നു. ഡീമൻ ഗോഡ് അപ്പൊ അത്രയും സ്ട്രോങ്ങർ ആണോ? ഇതെനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഞങ്ങളുടെ എല്ലാവരുടെയും എഫേർട്സ് നഷ്ടപ്പെടുവാണല്ലോ. ഹോങ് ഹ്യുവൽ, ലെഫ്റ്റ് സുപ്രീമും ഞാനും പിന്നെ ബാക്കിയുള്ള ആ ഡീമൻ ആൻഡ് സ്ക്വാഡും കൂടെ ആ 2 മോൺസ്റ്റേഴ്സിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം. നീ എത്രയും പെട്ടെന്ന് ബാക്കിയുള്ളവരായിട്ട് ബ്ലേഡ് മാസ്റ്ററിനെ വിളിച്ചിട്ട് ഇവിടുന്ന് പോകാൻ. ഇല്ല, അത് സാധ്യമല്ല. നിങ്ങൾ നമ്മൾ സാക്രിഫൈസ്. നിനക്കൊന്നത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. നമുക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെല്ലാവരും ഇവിടെ മരണപ്പെട്ട് കഴിഞ്ഞാൽ. ആ സമയത്താണ് അവനൊന്ന് ഞെട്ടിയത്. ബ്ലേഡ് മാസ്റ്ററിനെ നീ രക്ഷിക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. സുപ്രീം സെബറിൽ എല്ലാവരും കേൾക്കാനാണ് ഈ പറയുന്നത്. ആ 2 മോൺസ്റ്റേഴ്സിനെ നമ്മൾ ഡിഫീറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്കിനി ഒരു ഭാവി ഉണ്ടാവുന്നതല്ല. അതുകൊണ്ട് നിങ്ങളെടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ റെസ്ട്രിക്ഷൻസും ഇന്നെടുത്ത് ഞാൻ മാറ്റുകയാണ്. ഇത് കേട്ടപ്പോൾ അവരെല്ലാവരും ഒന്ന് ഞെട്ടി. യെസ് സാർ എന്നും പറഞ്ഞുകൊണ്ട് അവരുടെ ശരീരം പതുക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് തുടങ്ങി. അതായത് ആ ഒരു ബ്ലഡ് റിവേഴ്സൽ ആർട്ട് അവരങ്ങോട്ട് യൂസ് ചെയ്തു. എന്നിട്ട് ആ ക്യൂവിൻ്റെ നേരെ അവർ ഓടി വരികയും ചെയ്തു. അപ്പോൾ ഒരു ഈവൽ ആർട്സ് ആണല്ലേ യൂസ് ചെയ്യുന്നത്. അതെന്തായാലും നന്നായി. എനിക്കെൻ്റെ ദേഷ്യം എവിടെയെങ്കിലും കൊണ്ട് തീർക്കണമല്ല. കോമ്പാക്ട് ഡിവൈൻ, നീ മരിക്കുമെന്ന് പറഞ്ഞ് അവരെല്ലാരും കൂടെ അവനെ അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോഴേക്കും തന്റെ കൈ ചുരുട്ടി പിടിച്ചിട്ട് ഒരറ്റാക്ക് അങ്ങോട്ട് അവൻ ചെയ്തു. പിന്നെ കാണുന്നത് ഓരോരുത്തരുടെ ശരീരം പല കഷ്ണങ്ങളായി ചെതറി പോകുന്നതാണ്. വാടാ, എല്ലാം എൻ്റെ മുന്നിലേക്ക് തന്നെ വാ. എല്ലാത്തിനെ ഞാൻ വലിച്ചു കീറും. കുറെ പേര് തെറിച്ചു പോയി പലരുടെയും കൈയും കാലൊക്കെ നഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷെ എന്നിട്ട് നിന്നില്ല. അവർ വീണ്ടും ആക്കിയുടെ നേരെ ചാടി വന്നു. നിന്നെ ഒരിക്കലും ഒരു മനുഷ്യന്ന് പറയാൻ പോലും പറ്റത്തില്ല. എല്ലാത്തിൻ്റെയും കാര്യത്തിൽ തീരുമാനമാക്കിക്കോളാം ഞാൻ. ഇതേ സമയത്ത് നമ്മുടെ ഡീമനിലോട് നേരെ നിലത്തേക്ക് ഇറങ്ങി. എന്നിട്ട് നമ്മുടെ ബ്ലേഡ് മാസ്റ്ററിന്റെ നേരെ ചെന്നപ്പോഴാണ് പെട്ടെന്ന് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സുപ്രീം കൂടെ ഡീമൻ ഗോഡിനെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്തിട്ട് വന്നത്. എന്നാൽ പെട്ടെന്നായിരുന്നു ഇവന്റെ ആ ഒരു ബ്ലേഡ് അവിടേക്ക് വന്ന് അവരെ രണ്ടുപേരെയും കൗണ്ടർ ചെയ്യാനും തുടങ്ങിയത്. അവരുടെ ക്യൂയെ മാത്രം ഒന്ന് കൺസിഡർ ചെയ്ത അവർ മിസ്റ്റിക് റലത്തിലാണ്. ഈ ഒരു ബ്ലഡ് റിവേഴ്സൽ ആർട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ കൂടിയും അവർ 1 ഓഫ് ദി 5 ഗ്രേറ്റ് മാർഷൽ ആർട്സിന്റെ അത്രയും സ്ട്രോങ്ങർ ആണ്. ഡീമൻ ലോർഡ്, നീ ഇവിടെ ചാകണം. ഇവരെന്നെ ടേക്ക് ഡൗൺ ചെയ്യാനായിട്ട് നോക്കുകയാണ്. പക്ഷേ തൽക്കാലം എൻഡ്യൂർ ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് അവർ ചെയ്യുന്ന എല്ലാ അറ്റാക്കും ഇവൻ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. നാശം, എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തണം. ബ്ലേഡ് മാസ്റ്റർ ഇവിടെ നിന്ന് രക്ഷപ്പെടുകയും വേണം. പെട്ടെന്നാണ് പുറകിൽ കൂടെ 2 പേര് ഓടി വന്നത്. അവനെന്തായാലും സുപ്രീംസിന്റെ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യേണ്ടിരിക്കുകയാണ്. നമുക്ക് പുറകിൽ കൂടെ കൊല്ലാൻ ഒരു ചാൻസ് ഉണ്ട്. ഡീമൻ ലോർഡ് ചാകെന്ന് പറഞ്ഞിട്ട് അവർ പുറകിൽ കൂടെ വന്ന് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്തു. പക്ഷേ പെട്ടെന്നാണ് ഞെട്ടിത്തെറിച്ചു പോയത്. അവരുടെ സോഴ്സ് ആണ് അവിടെ ലിറ്ററലി ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടത്. കാര്യം ഞാനവന്റെ ആ ഒരു ഗാറ്റ്ലെയിം ആർമർ എന്ന് പറയുന്നത് അവരുടെ സോഴ്സിനെക്കാട്ടും സ്ട്രോങ്ങർ ആണ്. എന്ത് എൻഹാൻസ് ഉള്ള എനർജി യൂസ് ചെയ്ത ആർമറോ? അതെങ്ങനെയാണ് ആ ഒരു സ്റ്റീല്? പക്ഷേ നീയൊക്കെ എന്താണ് വിചാരിച്ചത്? ഇത് ഞാൻ ചുമ്മാ ധരിച്ചിരിക്കുവാണെന്നോ? അടുത്ത സെക്കൻഡ് ഒരു അറ്റാക്ക് ചെയ്ത് അവന്റെ കണ്ണങ്ങോട്ട് ഇവൻ അറുത്ത് കളഞ്ഞു. നാശം, എന്റെ കണ്ണ്! റൈറ്റ് സുപ്രീം പെട്ടെന്നായിരുന്നു അവനൊരു അറ്റാക്ക് ചെയ്ത് റൈറ്റ് സുപ്രീമിന്റെ തല അങ്ങോട്ട് അറുത്ത് കളഞ്ഞത്. റൈറ്റ് സുപ്രീം, നീ ഒന്നും വിഷമിക്കണ്ട, അടുത്തത് നീയൊക്കെയാണ്. പിന്നെ പുറകിലേക്ക് വന്ന എല്ലാവരുടെയും കൈയും തലയും എല്ലാം അവൻ അറുത്ത് കളയാനായിട്ട് തുടങ്ങി. ഹോങ് ഹ്യുവൽ, ഇതൊട്ടും നല്ലതല്ല. റൈറ്റ് സുപ്രീം, അതല്ല ഇപ്പൊ പ്രധാനം. ബ്ലേഡ് മാസ്റ്ററിനെ എങ്ങനെയെങ്കിലും സേഫ്റ്റിയിലേക്ക് എത്തിക്കണം. ആ സമയത്താണ് അവൻ പറയുന്നത്, ഹോങ് ഹ്യുവൽ, ബ്ലേഡ് മാസ്റ്റർ താങ്കൾ ഓക്കെയാണോ? കുഴപ്പമൊന്നുമില്ലോ. ഇനി നീ വേണം റിമൈനിങ് ഉള്ള ബാക്കിയുള്ളവരുടെ കാര്യം നോക്കാനായിട്ട്. ആ, പറഞ്ഞത് മനസ്സിലായി. എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാനായിട്ട് നോക്ക്. ഡീമൻ ലോങ്ങിന്റെ അടുത്തേക്ക് ചെല്ലില്ലെന്ന് പറഞ്ഞിട്ട് അവർ നേരെ പല വഴിക്ക് ഓടാനായിട്ട് തുടങ്ങി. ഇത് കാണുന്നത് ഇവൻ ചിരിക്കുന്നുണ്ട്. കണ്ടിട്ട് 10-200ഓളം പേരുണ്ട്. ഓരോരുത്തരായിട്ട് കൊന്നു കഴിഞ്ഞാൽ അതെന്തായാലും കുറച്ച് സമയമെടുക്കും. നിങ്ങളെല്ലാരും കൂടെ സമയം ലാഭിക്കാനല്ലേ നോക്കുന്നത്. പക്ഷേ
അത് എൻ്റെ അടുത്ത് വർക്ക് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അത് ലൈറ്റ്നിങ്. ഇനിയെങ്ങാനും അടുത്ത സെക്കൻഡ് ഇയോൺ തന്റെ കൈകൾ നിലത്തേക്ക് വെച്ചിട്ട് പറയുകയും ചെയ്യും, സ്ട്രൈക്ക്. പിന്നെ കാണുന്നത് ഒരു ലാർജ് സ്കെയിലിൽ മിന്നൽ താഴത്തേക്ക് വന്ന് അവന്റെ ചുറ്റിനുണ്ടാകുന്ന എല്ലാവരെയും ആ ഒരു മിന്നൽ അടിക്കുന്നതാണ്. അത് വളരെയധികം ശക്തിയേറിയതായിരുന്നു. ഈ സമയത്ത് ബ്ലേഡ് മാസ്റ്ററിനെ കൊണ്ട് അവർ ഒത്തിരിയധികം ദൂരത്തിലേക്ക് വന്നിരുന്നു. എനിക്കറിയാമായിരുന്നു ആ ഒരു ഡ്രാഗൺ സ്റ്റണിലെ കോറ് അവന് കിട്ടിയെന്ന്. പക്ഷേ ഇനി അവനെ മനുഷ്യനെന്തെങ്കിലും വിളിക്കാൻ പറ്റുമോ? അതേസമയം ബ്ലേഡ് മാസ്റ്ററിന്റെ കാര്യത്തിൽ കുറച്ച് ശോകമാണ്. ഞാൻ വിചാരിച്ചിരുന്നത് ദൈവമായിട്ട് ഏറ്റവും പറ്റുന്നത് ബ്ലേഡ് മാസ്റ്റർ എന്നാണ്. പക്ഷേ ഇതിപ്പോ എൻ്റെ റിക്കവറി എന്തായാലും പെട്ടെന്ന് നടന്നോളൂ. പക്ഷേ അവൻ്റെ ഫോംലെസ് സോഡിൽ നിന്നുള്ള ആ ഒരു ഡിമോണിക് എനർജി ഉള്ളത് കാരണം തന്നെ റീജറേഷൻ പതുക്കെ താമസിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഞാനത് കളയണം. എൻ്റെ എലൈറ്റായിട്ടുള്ള സോൾജേഴ്സിനെ ബാക്കിയുള്ളവരെല്ലാവരും വിട്ടിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. സത്യം പറഞ്ഞാൽ ഇത് ശരിക്കും നാണക്കേടാണ്. ആ ഒരു കോമ്പാക്ട് ഡിവൈന് മുമ്പിലാണ് ഇതിനു മുമ്പ്. എല്ലാവരും കേട്ടോളൂ, നമ്മുടെ പ്ലാൻ ചിലപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്താണ്, പക്ഷേ അതൊരിക്കലും നിൽക്കത്തില്ല. നമ്മുടെ കൂട്ടത്തിലുള്ളവരുടെ രക്തവും ജീവനും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന് അതിന് ഞാനൊരു വാക്ക് തരുവാണ്. ഒരിക്കൽ ഞാൻ ഉറപ്പായിട്ടും ഡീമൻ ലോണിനെ കൊല്ലുമെന്ന് പറഞ്ഞപ്പോഴാണ് ഒരറ്റക്ക് നേരെ അവിടേക്ക് വന്ന് അവരങ്ങോട്ട് ബ്ലോക്ക് ചെയ്തത്. അത് കണ്ടപ്പോൾ തന്നെ അവന് മനസ്സിലായി അത് ഹെവൻലി ഫ്ലാഷ് ആണെന്ന്. ഇതേ സമയത്ത് ഇയോണും അവിടേക്ക് വന്നിരുന്നു. അവൻ നേരെ നിലത്തേക്ക് ഇറങ്ങി. ഇനി നിനക്ക് അധികം സമയമില്ല. ഫേക്ക് സുപ്രീം സേബർ ഗോഡ് എന്ന് പറഞ്ഞിട്ട് രണ്ട് തലകൾ അവൻ നേരെ നിലത്തേക്ക് ഇട്ടു. ലെഫ്റ്റ് സുപ്രീം, റൈറ്റ് സുപ്രീം. ഫേക്കോ, നീ നീ എന്താണ് ഈ പറഞ്ഞത്? ആ ഒരു ടൈറ്റിൽ ഞാൻ ഇൻഹെറിറ്റ് ചെയ്തതാണ്. ഇനി അവന്റെ പേരോട് ഉച്ചരിക്കേണ്ട അധികാരം പോലും നിനക്കില്ല. ഇൻഹെറിറ്റ് ചെയ്തതോ? അത് അപ്പോൾ ഹെവിലി ഡീമിന്റെ ടൈറ്റിൽ പോലെയാണെന്ന് തോന്നുന്നു. എൻ്റെ ഡിസെൻഡൻസ് പറഞ്ഞിരുന്നു ഇതിനെപ്പറ്റി. പക്ഷേ ഇത് കുറച്ച് റെക്കോർഡ്സിലെന്തായാലും ഇതിനെപ്പറ്റി വലിയ ഡീറ്റെയിൽസ് ആയിട്ടും ഇല്ല. നീ ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ്ലി കൺഫ്യൂസ്ഡ് ആണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ആ ഒരു റെക്കോർഡ്സിൽ കണ്ടത് അത് നീയുമല്ല. നീ എന്തായാലും അവനാകത്തുമില്ല. നീ എന്താണ് ഈ പറയുന്നത്? അത് നിന്റെ കാര്യമല്ലല്ലോ. എത്ര ധൈര്യം കൊണ്ടിട്ടാണ് നീ നിന്റെ കുറേയധികം സബോർഡിനേറ്റ്സിനെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. എന്നിട്ട് നീ ഓടി ഒളിച്ചോ? നിന്നെപ്പോഴുള്ളവന്മാരെയൊന്നും ലീഡേഴ്സ് എന്ന് വിളിക്കാനുള്ള അർഹത പോലും ഇല്ല. എന്നിട്ട് നീ എന്നെ ചോദ്യം ചെയ്യാൻ വരുന്നോടാ? ദ സുപ്രീം സേബർ ഗോഡ്. അതേ എന്ന് പറയുന്നത് സുപ്രീം സേബർ ഗോഡ് മാർഷൽസിന്റെ പീക്കിൽ നിൽക്കുന്ന ഒരു ദൈവം എന്ന് തന്നെ വിളിക്കുന്ന ഒരാളെയാണ്. അത് മാത്രമല്ല, പണ്ടത്തെ മിനി മാർഷൽ ആർട്സിനെ അദ്ദേഹം ഡിഫീറ്റ് ചെയ്തിരുന്നു, അതും പാസ്റ്റിൽ തന്നെ. ആൻഡ് അതുകൂടാതെ ഈ ഓർത്തഡോക്സ് മുറുമലൻസും ഡിമോണിക്കലിനും എല്ലാവർക്കും അറിയായിരുന്നു ഇപ്പോൾ ഈ സുപ്രീം സേബർ ഗോഡിന്റെ ഡിസിൻഡൻസ് ഒക്കെ ഉണ്ടെന്ന്. എന്നാൽ അവരെല്ലാവരും വിചാരിച്ചിരുന്നത് ഈ ബ്ലേഡ് മാസ്റ്ററാണ് ടോപ്പിലെന്നാണ്. പക്ഷേ ഞാനാ പറഞ്ഞത് സത്യമല്ലേ? ഫേക്ക് സുപ്രീം സേബർ ഗോഡ് ബ്ലേഡ് മാസ്റ്റർ അദ്ദേഹം വിറക്കുകയാണ്. സത്യം പറഞ്ഞ് എനിക്ക് തന്നെ അവനോടുള്ള വെറുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ബ്ലേഡ് മാസ്റ്ററിന്റെ കാര്യം പറയണ്ടല്ലോ. ഇല്ല, ഇപ്പം ഞാൻ ഫോക്കസ് വേണം ചെയ്യാനായിട്ട്. എൻ്റെ ഈ ഒരു ഒമ്നിസുള്ള എനർജി പുറത്ത് കളഞ്ഞുകൊണ്ട് എൻ്റെ ക്യൂയെ ഞാൻ എങ്ങനെയെങ്കിലും അബ്സോർവ് ചെയ്ത് ഫോസ്റ്ററിലിട്ട് റിക്കവർ ചെയ്യണം. ഇവിടെയുള്ള എല്ലാവരും മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ സെക്ട് റിക്കവർ ചെയ്യാൻ അത് ശരിക്കും പാടായിരിക്കും. നിനക്ക് എന്താണ് അറിയേണ്ടത്? ആ സമയത്ത് ഞാൻ ആ സ്കാൻ ചെയ്തിട്ട് പറയും ചെയ്യും അവൻ എൻ്റെ എനർജി സർക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഓ, അപ്പോൾ അവൻ തുടങ്ങി. അതിനർത്ഥം അവൻ എന്നെ അറ്റാക്ക് ചെയ്യാൻ ഏത് നിമിഷവും തയ്യാറാകുമെന്നാണ്. പിന്നെ ആ ഒരു ഫ്ലെയിം ബേഡ് സെക്ടറിൻ്റെ ലീഡറിനെ ഞങ്ങളെ കസിൻ്റെ എടുത്തിട്ട് ഹിപ്നോസിസ് യൂസ് ചെയ്ത് നോക്കിയിരുന്നു. എന്നാൽ അവൻ അധികമൊന്നും പറയാൻ സാധിച്ചില്ല. എന്തോ ഒരു കാര്യമുള്ള കാരണമായിരിക്കും. പക്ഷേ ഇവിടെ ഒരു ചാൻസ് ഉണ്ട്. തൽക്കാലം അവരുടെ കൂടെ തന്നെ ഞങ്ങോട്ട് അഭിനയിച്ച് കളയാം. നീ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ നീ എന്നെ കൊന്നിട്ട് ഭാവി ചേഞ്ച് ചെയ്യുമെന്ന്? അതിനർത്ഥം നിനക്ക് ഭാവി എന്തെന്നറിയാവുന്നതാണോ? സത്യം പറഞ്ഞാൽ വേറെ ഒരു അസെപ്ഷന്റെ പുറത്ത് ഞാൻ ഈ ചോദിക്കുന്നതാണ്. എൻ്റെ ഡിസിൻഡൻ പുറകിലേക്ക് വന്ന് നാനോ മെഷീൻ എനിക്ക് തന്നു. പക്ഷേ ഈ സുപ്രീം സൈബർ കോഡും അതുപോലെ തന്നെയാണ്. അവൻ ഫ്യൂച്ചറിൽ നിന്നുള്ളതാണ്. ചിലപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽസ്. അല്ല, അവൻ എന്താണ് ഈ പറഞ്ഞത്? അവൻ എങ്ങനെയാണ് അതൊക്കെ അറിയാവുന്നത്? അതറിയാനുള്ള ചാൻസ് ഹോങ് ഹിയോൽ റെക്കോർഡ്സ് എങ്ങനെ ലീക്ക് ചെയ്യപ്പെട്ടിരുന്നോ? ഇല്ല ബ്ലേഡ് മാസ്റ്റർ, ഒന്നും ലീക്ക് ചെയ്തിട്ടില്ല. അതിനു പുറമെ നമ്മുടെ ബേസിലേക്ക് ഒരാൾ പോലും കടന്ന് കയറിയിട്ടില്ല. പക്ഷേ ഇനി അത് ലീക്ക് ചെയ്യപ്പെട്ടാലും ആകെപ്പാട് സുപ്രീംസിന് മാത്രമേ അത് വായിക്കാനും സാധിക്കത്തുള്ളൂ. റെക്കോർഡ്സോ? അപ്പോൾ അപ്പൂപ്പൻ പറഞ്ഞത് സത്യമാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ അസംഷൻ കറക്റ്റ് ആണെങ്കിൽ അദ്ദേഹം കണ്ടത് ഈ ഒരു റെക്കോർഡ്സ് തന്നെയായിരിക്കും. ഇത് ഇമ്പോസിബിൾ ആണ്. ഡീമൺ കോഡിന് ഒരിക്കലും ഇതറിയേണ്ട ചാൻസ് ഇല്ല. ഇത് ഒരിക്കലും അല്ല. ഒരു നിമിഷം, ശരിയാണ്. റെക്കോർഡ്സ് പ്രകാരം ഡീമൺ ഗോഡല്ല ഇയോൺ ച്യൂൻ ഇപ്പോഴും യങ് ലീഡറാണ്. പക്ഷേ അവൻ അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടിയാണ് ചിക്യോൻ യൂജോഗിനെടുക്കെ ഞങ്ങൾ അങ്ങനെ ചെയ്തത്. അതെല്ലാം തന്നെ തടഞ്ഞതു. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആയിട്ടാണ് നടന്നത്. ഡീമൺ ഗോഡ് വീണ്ടും ഉയർത്തി എഴുന്നേൽക്കുക തന്നെ ചെയ്തു. എന്നിട്ട് ഞങ്ങളുടെ ഗ്രേറ്റ് സ്കീംസ് ആയിട്ടുള്ള ആ ഒരു മിത്തിക്കൽ ക്രീച്ചേഴ്സിൻ്റെ പുറകെ വന്നു. ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഫയർക്കിൻ്റെ ഡ്രാഗൺ ടലിനെ ഇപ്പോൾ വിൻ വൈറ്റ് ടൈഗറിൻ്റെ എസൻസ് സ്കോർ നഷ്ടപ്പെട്ടു. അപ്പോൾ
ആദ്യം മുതൽ തന്നെ ഞങ്ങൾക്ക് തെറ്റിയിരുന്നല്ലേ. ദ ഹെവലി ടീമിന്റെ രണ്ടാമത്തവൻ ആയതുകൊണ്ടല്ല ഇവൻ ഞങ്ങളെ പ്രഡിക്റ്റ് ചെയ്തത്. പകരം ഡീമൺ ഗോഡ് നിനക്കും ഭാവി എന്തെന്നറിയാവല്ലേ. പെട്ടെന്നാണ് ഹോങ്ങും ഞെട്ടിത്തെറിച്ചു പോയത്. അവൻ കംപ്ലീറ്റ്ലി റോങ് ആണെന്ന് പറയാൻ സാധിക്കത്തില്ല. പക്ഷേ എനിക്കിനിയും ഇൻഫോർമേഷൻസ് ആവശ്യമുണ്ട്. അതുകൊണ്ട് അപ്പൊ നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇനി മനസ്സിലായല്ലോ എന്നെ പറ്റിക്കാൻ പറ്റത്തില്ലെന്ന്. ബ്ലേഡ് മാസ്റ്റർ, അത് കംപ്ലീറ്റ്ലി ഇമ്പോസിബിൾ ആണ്. റെക്കോർഡ്സ് പ്രകാരം ഇവിടേക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് TP അവരെ പിടിക്കുന്നതാണ്. ആർക്കും തന്നെ ഇവിടേക്ക് വന്ന് പേഴ്സണെ ചേഞ്ച് ചെയ്യാൻ. TP, ഞാൻ ആ വാക്ക് ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടല്ലോ. അവരതിനെപ്പറ്റി പറയുന്നത് കേട്ടിരുന്നു. അത് ടൈം പെട്രോൾ അല്ലേ. എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കണം അവൻ വന്ന് അവർ നാനോമിഷൻ നിന്നിട്ട് ഒന്നും തന്നെ പറയാതെ തിരിച്ചു പോയതും. അല്ല, ഇനിയെങ്ങാനും അവൻ ശരിക്കും പാസ്റ്റിലേക്ക് പോയിട്ടുണ്ടോ? പറഞ്ഞു വന്നിച്ച് നോക്കാൻ നേരത്ത് സുപ്രീം സെബോർഗോണിന്റെ ട്രേസസ് ഇപ്പൊ മാത്രമല്ല നമ്മുടെ ഫൗണ്ടിങ് ഹെവലി ഡീമിന്റെ ആ ഒരു ഇറയിലും കണ്ടിരുന്നു. അതിനർത്ഥം അവൻ ഇവിടേക്ക് മാത്രമല്ല വന്നിട്ടുള്ളത്, ഇതിന് പാസ്റ്റിലേക്ക് കുറേയധികം ദൂരം ചെന്നിട്ടുണ്ട്. ദ സുപ്രീം സേബർ ഗോഡില് നീയൊക്കെ സംസാരിക്കുന്നത്. ആ സമയത്താണ് ബ്ലേഡ് മാസ്റ്റർ നിലത്തേക്ക് ഇറങ്ങിയത്. അവന്റെ ശരീരത്തിൽ നിന്ന് ആ ഒരു ഒമ്നസ് ഉള്ള എനർജിയൊക്കെ റിലീസ് ചെയ്യാനും തുടങ്ങി. അതിനുശേഷം അവന്റെ ശരീരം ഹീൽ ചെയ്യാൻ തുടങ്ങി. പെട്ടെന്നായിരുന്നു ഇയുന്റെ നേരെ അവൻ ചാടി വന്നത്. നീ ഇനി ചാകണം, നീ ഉറപ്പായിട്ടും ചാകണം എന്ന് പറഞ്ഞ് ഒരു അറ്റാക്ക് അങ്ങോട്ട് അവൻ ചെയ്യാനായിട്ട് വന്നു. അവൻ എൻ്റെ ഗാർഡ് കംപ്ലീറ്റ്ലി ലെറ്റ് ഡൗൺ ചെയ്തിരിക്കുവാണ്. ഈ സമയത്ത് എൻ്റെ ട്രൂ ക്യൂയെ കംപ്ലീറ്റ്ലി യൂണിഫൈ ചെയ്തുകൊണ്ട് ഞാൻ അവനെ കൊല്ലണമെന്ന് പറഞ്ഞപ്പോൾ ഒരു മാസീവ് ഉള്ളൊരു അറ്റാക്ക് നേരെ നിലത്തേക്ക് വന്നു. അല്ല, ഇത് നിന്റെ ഗ്യാമ്പിൾ എന്തായാലും കൊള്ളാമായിരുന്നു. പക്ഷേ നീ എന്താടാ വിചാരിച്ചത്? നീ നിന്റെ ക്യൂയെ സർക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങിയത് ഞാൻ അറിയത്തില്ലെന്നോ? ഞാൻ ഏത് നിമിഷം ഫൈറ്റിന് വേണ്ടി റെഡി ആയിട്ട് നിൽക്കുമായിരുന്നു. പെട്ടെന്ന് ഇയോൺചുവിന്റെ ആ സോണിന്റെ മുമ്പിലും ആ ഒരു ക്യൂ ഒക്കെ ഗ്യാദർ ചെയ്യാനായിട്ട് തുടങ്ങി. അല്ല, യൂണിഫിക്കേഷൻ ഓഫ് എനർജി പാസ്റ്റിൽ വെച്ച് കോംബാക്ട് ഡിവൈനെ ഡിഫീറ്റ് ചെയ്ത് ആ ഒരൊറ്റ റീസൺ കൊണ്ടായിരുന്നു. അതുകൊണ്ടാണ് 20 വർഷത്തോളം ഐസൊലേഷൻ ട്രെയിനിങ്ങിലൂടെ ഞാൻ ആ ലെവലിലേക്ക് എത്തിയത്. കാര്യം എനിക്ക് സ്പേസും ടൈമും ഒരേപോലെ യൂസ് ചെയ്യണം. എന്നാൽ ഇവന്റെ അറ്റാക്സ് അത് അത്രയും പാടുപെട്ട് മോസ്റ്റർ ചെയ്തൊരു അറ്റാക്ക് ഇവൻ 20 വയസ്സുള്ള ഡീമൺ കോഡ് നിസ്സാരമായി തന്നെ. ബാക്കിയുള്ളവർക്ക് ഒരു വലിയ പ്രകാശമായിട്ടായിരുന്നു അത് കാണാൻ സാധിച്ചിരുന്നത്. എന്നാൽ ബ്ലേഡ് മാസ്റ്ററിനെ അത് വ്യക്തമായി തന്നെ കാണായിരുന്നു. ഓരോ റേയും ദ ഹെവലി ഡീമൺ സോഡാട്ടിന്റെ 24 മൂവ്സ് ആയിരുന്നു. അടുത്ത സെക്കൻഡ് മാസീവ് ഉള്ള ഒരു എക്സ്പ്ലോഷൻ അവിടെ ഉണ്ടായി. അവരെല്ലാരും ബാക്കിലേക്ക് തെറിച്ചും പോയി. ബ്ലേഡ് മാസ്റ്റർ, കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷേ അപ്പോഴേക്കും അവൻ നൈസിലവിടെ പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഡീമൺ കോഡ്, നിനക്കെന്നെ നീ പേടിക്കണ്ടറാ. റീജനറേറ്റ് ചെയ്യാൻ പോലും ഒന്നും തന്നെ ഞാൻ വെച്ചേക്കത്തില്ല. അപ്പോഴേക്കും ഇയോന്റെ അറ്റാക്കിന്റെ ശക്തി കൂടി വരികയും അവൻ ഉച്ചത്തിൽ കിടന്ന് അലർന്നുണ്ട്. പിന്നെ കാണുന്നത് മാസീവുള്ള അറ്റാക്ക് നേരെ പോകുന്നതാണ്. ആ ഒരു അറ്റാക്ക് വന്ന സ്ഥലത്ത് ഒരു പൊടി പോലും ഇല്ലായിരുന്നു. ബ്ലേഡ് മാസ്റ്റർ, ബ്ലേഡ് മാസ്റ്റർ, ഡീമൺ കോഡ്, നീ എന്താണ് അവിടെ ചെയ്തത്? അവനെയോ? ഈ ലോകത്തുനിന്ന് അവനെ ഞാൻ തുടച്ചു കളഞ്ഞു. അത് കേട്ടപ്പോ തന്നെ അവർ ഞെട്ടിത്തെറിച്ചുപോയി. അടുത്തത് നീയൊക്കെയാണ്. അപ്പൊ എങ്ങനാ, സറണ്ടർ ചെയ്യുമല്ലേ? രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ് അവരെല്ലാരും പല വഴിക്ക് ഓടാനായിട്ട് തുടങ്ങി. നാശം, ഞങ്ങൾ ആരെങ്കിലും ഒരാളെങ്കിലും ഇവിടെ രക്ഷപ്പെടണം. എങ്കിലും മാത്രമേ ഞങ്ങളുടെ കളിനെ തിരിച്ച്, അല്ലെങ്കിൽ ഇത് ശരിക്കും ഇത്രയൊക്കെ ആയസ്ഥിതിക്ക് അവരെല്ലാരും ഗീവ് അപ്പ് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇതൊരുമാതിരി കുഴപ്പമില്ല. എന്നിട്ട് നേരെ ഈയൊരു നേരെ മുകളിലേക്ക് പറന്നുയർന്നു. ഇനി 20% ക്യൂയും കൂടെ ബാക്കിയായിട്ടുണ്ട്. ഗോൾഡ് ഐസ് ഹെവലി ആർട്ട്, ഇതെന്തായാലും മതിയാകും. ഞാനോ ട്രാക്ക് ചെയ്തല്ലോ. അണ്ടർസ്റ്റുഡ്. ആക്ടിവേറ്റിംഗ് സെൽഫ് ടാർഗറ്റിംഗ് സിസ്റ്റം, മൾട്ടി ലോക്ക് സിസ്റ്റം ആക്ടിവേറ്റഡ് എന്നും പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നത്.